ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടമുള്ള മതത്തിലേക്ക് മറ്റുള്ളവർ വരണം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനെതിരാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ വിശ്വാസവും നിയമവും ഒക്കെ രണ്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മഹാഭൂരിപക്ഷം വിശ്വാസികളും ഈ ബി നിലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്നും അറിവ് കുറവുള്ളവരാണ്. കൺഫ്യൂഷനാണ് എന്താണ് എന്നുള്ളത്. കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കൂടുതൽ ഡിഫെൻസീവ് ആവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമസ്കാരം. ഛത്തീസ്ഗഡിലെ മനുഷ്യക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തും അതിൻ്റെ പോഷക സംഘടനയായ ബജറംഗ ദളുമെല്ലാം ഇപ്പോൾ വലിയ ചർച്ച നടക്കുകയാണ്. ആ സംഘടനയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. സമ്മേളന വേദിയിൽ നിന്നും നമ്മോടൊപ്പം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ വിശ്വ ഹിന്ദു പരിഷത്തിനെ കുറിച്ച് നടക്കുന്നുണ്ട്, ബജറംഗ ദളിനെ കുറിച്ച് നടക്കുന്നുണ്ട്. മതപരിവർത്തനം വീണ്ടും ഒരു വിഷയമായി വരുന്നുണ്ട് കേരളത്തിൽ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ സഭകളുടെ പ്രവർത്തകരാണ് ഉത്തരേന്ത്യയിൽ ഈ കേസുകളിലൊക്കെ അറസ്റ്റിലാകുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിൽ കേരളത്തിലെ ഘടകത്തിൻ്റെ അല്ലെങ്കിൽ കേരള ഘടകത്തിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു ആഗോള സംഘടനയാണ്. കേരള ഘടകത്തിനൊരു നയമില്ല. അന്താരാഷ്ട്ര തലത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന് ഒറ്റ നയമേ ഉള്ളൂ: മതപരിവർത്തനം പാടില്ല. അക്കാര്യത്തിൽ യാതൊരു വെള്ളം ചേർക്കലുമില്ല. 1964 ജന്മാഷ്ടമി ദിനം വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചപ്പോൾ തന്നെ ധർമാന്തരൻ ബന്ധുഹോ, ധർമ്മത്തിൽ നിന്ന് മാറുക എന്നുള്ള പറയുന്ന നടപടിയെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബൈലോയിൽ പോലും അതിനെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ നയമേ ഉള്ളൂ: നിർബന്ധിതമായിക്കൊള്ളട്ടെ അല്ലാത്തതായിക്കൊള്ളട്ടെ ഒരൊറ്റ മതപരിവർത്തനവും ഈ രാജ്യത്ത് നടപ്പാക്കുന്നത് ശരിയല്ല. സേവനം ചെയ്യേണ്ടവർ സേവനം ചെയ്തോളട്ടെ. പക്ഷേ ആ സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ധർമ്മത്തിലേക്ക് വരണമെന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്തിന് സാധിക്കുകയില്ല. ഇപ്പോൾ ഈ കേരളത്തിലെ മാധ്യമ ചർച്ചകളിലൊക്കെ ഒരു വില്ലൻ സ്ഥാനത്താണ് ഈ സംഘടനകളൊക്കെ നിൽക്കുന്നത്. കാരണം അവർ ഈ പറയുന്ന കന്യാസ്ത്രീകളോട് ഉച്ചത്തിൽ സംസാരിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു, അവരെ ആക്രമിച്ചു എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഈ ഇടപെടൽ നിയമപരമാണോ, അല്ലെങ്കിൽ അവർ അവിടെ നടത്തിയ ആ ഇടപെടൽ നിയമപരമാണ് എന്ന് സംഘടന വിശ്വസിക്കുന്നുണ്ട്? ഒരു കാലത്ത് ഈ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹം ലോകാ സമസ്ത സുഖിനോ ഭവന്തു, വസുദൈവ കുടുംബകം എന്നൊക്കെയുള്ള ആപ്തവാക്യങ്ങളിൽ മുമ്പോട്ട് പോയി. അതിൻ്റെതായ ധാരാളം പ്രശ്നങ്ങൾ ഹൈന്ദവ സമൂഹം നേരിട്ടിട്ടുണ്ട്. ഇടക്കാലമായപ്പോഴേക്കും ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് ഡിഫെൻസീവായിരുന്നു. പക്ഷെ ഇനിയും തൊട്ട് ഡിഫെൻസീവായി നിന്നാൽ ഈ അന്താരാഷ്ട്ര ഗൂഢാലോചനയും അന്താരാഷ്ട്ര പണശക്തിയും ഉള്ള ആൾക്കാരെ നേരിടാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തും അതിൻ്റെ ഉപവിഭാഗങ്ങളായിട്ടുള്ള ബജറംഗ് ദൾ ആയിക്കൊള്ളട്ടെ, ദുർഗാവാഹിനി ആയിക്കൊള്ളട്ടെ, എല്ലാം തന്നെ ഒഫൻസീവായി മാറുകയാണ്. സ്വാഭാവികമായ പ്രതികരണം എല്ലാ പ്രദേശത്തും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അവരോട് പ്രതിരോധിക്കാനുള്ള ശക്തിയും കഴിവും ഒക്കെ പ്രസ്ഥാനത്തിന് ഇന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യാനാണ് വിശ്വ ഹിന്ദു പരിഷത്ത് രൂപീകരിച്ചിട്ടുള്ളത്. അത് ചെയ്യുക തന്നെ ചെയ്യും. ഈ കേരളത്തിലെ ആൾക്കാർക്ക്, കേരളത്തിൽ ധാരാളം ആൾക്കാർ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഇസ്ലാമിക മേഖലകളിൽ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന പാവം പിടിച്ച മുസ്ലിങ്ങളുണ്ട്. അവരുടെ മേഖലകളിലേക്ക് പോകാതെ ഹിന്ദു സംസ്കാരത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന മതപരിവർത്തന ശ്രമവും ഏത് മതപരിവർത്തന ശ്രമവും ആണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തിനെ ശക്തിയുക്തം എതിർക്കുക തന്നെ ചെയ്യും. യാതൊരു പ്രശ്നവുമില്ല. ആദിവാസി മേഖലകളാണ് ഈ കൂടുതലും ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അവർ പറയുന്നത് ആദിവാസികളുടെ ജീവിത നിലവാരം അത് വളരെ താഴ്ന്നതാണ്, ഞങ്ങളത് ഉയർത്താനാണ് ശ്രമിക്കുന്നത്. അതിനാണോ വിശ്വ ഹിന്ദു പരിഷത്ത് തടയിടുന്നത്? വിശ്വ ഹിന്ദു പരിഷത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും രാജ്യത്ത് നടപ്പാക്കുന്ന സേവന പരിപാടികളുടെ 1/4 പോലും ഈ രാജ്യത്തെ ക്രൈസ്തവ മിഷണറിമാരോ കന്യാസ്ത്രീകളോ നടപ്പാക്കുന്നില്ല. ഞങ്ങളൊക്കെ പരാങ്മുഖതയോടുകൂടി പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. അപ്രകാരം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയുമില്ല. നമുക്കറിയാം ഈ ഭാരതത്തിലെ സാമൂഹ്യ സാഹചര്യവും സാമൂഹ്യ ഘടനയും ചില പ്രത്യേകതകളുണ്ട്. ആദിവാസി വിഭാഗങ്ങളുണ്ട്, കടൽ തീരങ്ങളിൽ വസിക്കുന്നവരുണ്ട്. ഇവരൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരൊക്കെ തന്നെയാണ്. ഇല്ലെന്നും അവരുടെ അടുത്ത് പോയി സേവനം ചെയ്തോട്ടെന്ന് ഞങ്ങൾ യാതൊരു എതിർപ്പുമില്ല. പക്ഷേ ഞങ്ങളോടൊപ്പം ജ്ഞാനസ്നാനം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ജ്ഞാനസ്നാനം ചെയ്താൽ മാത്രമേ ഞങ്ങൾ വേണ്ടത് ചെയ്ത് തരികയുള്ളൂ എന്നുള്ള നയത്തിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് ശക്തമായിട്ട് എതിർക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഞാൻ ചോദിച്ചോട്ടെ, ഭാരതത്തിലെ ബീഹാർ അല്ലെങ്കിൽ ബംഗാൾ ഇവിടൊക്കെ തന്നെ എത്രയോ ഇസ്ലാമിക വിശ്വാസികൾ ധാരാളം സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട്. ആ മേഖലകളിലേക്ക് കൂടി ഇവർ പോകണം. അല്ലെ അഫ്ഗാനിസ്ഥാനിലും
പാകിസ്ഥാനിലും സിറിയയിലും ഒക്കെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. എന്തേ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ കന്യാസ്ത്രീകൾ മതപരിവർത്തനത്തിനും അല്ലെങ്കിൽ സേവനത്തിനും പോകാൻ സാധിക്കാത്തത്? ഈ ഭാരതത്തിൽ എന്തും കാണിച്ചു കൂട്ടാം. അതിന് അവർ സേവനത്തിന്റെ പേര് പറയുന്നു, ബുദ്ധിമുട്ട് പറയുന്നു, പ്രയാസം പറയുന്നു, അതിനെയൊക്കെ ചൂഷണം ചെയ്യുകയാണ്. ആ ചൂഷണം എന്ന് നിർത്തിക്കോളൂ, ആ ചൂഷണത്തിന് പകരമായിട്ട് അവരെ സഹായിച്ചോളൂ. പക്ഷേ ഞങ്ങളോടൊപ്പം വന്നാലേ ഞങ്ങൾ ഇത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് ക്രമേണ 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 ഇവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ബ്രെയിനെ തകർത്തുകൊണ്ട് ഈ മതപരിവർത്തനം നടത്തുന്നതിനെതിരാണ് ഞങ്ങൾ എന്നും പ്രവർത്തിക്കുന്നത്. അത് ശക്തമായി തുടരുക തന്നെ ചെയ്യും. ഈ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനും ഭരണഘടന അനുമതി നൽകുന്നുണ്ട് എന്നാണ് ഇതിന് ബദലായി അല്ലെങ്കിൽ ഇതിന്റെ ഒരു അടിസ്ഥാനമായി ക്രൈസ്തവ സംഘടനകൾ പറയുന്നത്. അതിനെ എങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇഷ്ടമുള്ള മതത്തിലേക്ക് മറ്റുള്ളവർ വരണം, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനെതിരാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇഷ്ടമുള്ള മതം ഞങ്ങൾ പ്രചരിപ്പിക്കും. ആ മതത്തിൽ നിങ്ങളും വന്ന് ചേർന്നുകൊള്ളണം എന്നൊരു നയമുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് എതിർക്കുക. ഒരു പ്രയാസവും. ഈ മതപരിവർത്തന നിരോധന നിയമമുള്ള സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ക്രൈസ്തവ സഭ നടത്തുന്നത്. അതിന് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളാണ് നേതൃത്വം നൽകുന്നത് എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിക്കുകയും ചെയ്യുന്നു. അതെ. അപ്പോൾ മതപരിവർത്തന നിരോധന നിയമം ഇല്ലാത്ത കേരളത്തിൽ ഇത് താരതമ്യേന കുറവല്ലേ? ആര് പറഞ്ഞു ഇല്ലെന്ന്? കേരളത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, 1901 ഇന്നത്തെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ ഏകദേശം 80-85% ഹിന്ദുക്കൾ തന്നെയായിരുന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും അല്ലെങ്കിൽ മലബാർ മേഖല മദ്രാസ് പ്രൊവിൻസിന്റെ ഭാഗമായിരുന്നു. 80-85% ഉണ്ടായിരുന്ന ഹിന്ദു 50%-ലേക്ക് താഴെ പോയിട്ടുണ്ട് എങ്കിൽ അവരെവിടേക്ക് പോയി? അവരെല്ലാം മരിച്ചു പോയതുകൊണ്ടാണോ? അവരെയൊക്കെ ആസൂത്രിതമായി മതപരിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ഇസ്ലാമിക വിഭാഗവും ചെയ്തിട്ടുണ്ട്, ക്രൈസ്തവരും ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവർ തന്ത്രം ഉപയോഗിച്ചും ചൂഷണം ചെയ്തും സേവനത്തിന്റെയും ആധ്യാത്മിക തട്ടിപ്പിന്റെയും മറവിൽ മതപ്രചരണം നടത്തുന്നു. മറ്റുള്ളവരിൽ ഔജിഹാദിന്റെ രീതിയിൽ മതപരിവർത്തനം നടത്തുന്നു. ഇരകളാകപ്പെടുന്ന എന്നും ഈ കേരളത്തിലെയും ഭാരതത്തിലെയും സാധാരണ സനാതന ഹിന്ദു ധർമ്മ വിശ്വാസികളാണ്. അത് ശരിയല്ല. കേരളത്തിൽ മതപരിവർത്തന നിരോധന നിയമം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കേരളത്തിൽ ആൾക്കാർ പരാതിപ്പെടുന്നില്ല. ആ പരാതിപ്പെടാത്തത് കൊണ്ടാണ് കേസെടുക്കാത്തത്. പരാതിപ്പെട്ട കേസാണല്ലോ പിണറായിയുടെ സർക്കാർ തൃശ്ശൂരിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതുകൊണ്ട് നിയമമൊക്കെ ഉണ്ട്, വ്യക്തമായ വ്യവസ്ഥകൾ ഭാരതീയ ന്യായ സംഹിതയിലും പഴയ IPC-യിലും ഉണ്ട്. പ്രത്യേകമായിട്ടൊരു നിയമം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിലെ ആ നിയമമുള്ളൂ. രാജ്യമെമ്പാടും പഴുതടച്ച ഒരു നിയമം ഉണ്ടാകണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിയമങ്ങളൊക്കെ തന്നെ 68-70 വർഷക്കാലത്ത് ഉണ്ടായതാണ്. ആ നിയമങ്ങൾ അക്കാലത്തെ രീതിയിൽ ഉണ്ടായതാണ്. അമെൻമെന്റുകളൊക്കെ ശാസ്ത്രീയമായിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് അമെൻമെന്റുകൾ വന്നുകൊണ്ട് മതപരിവർത്തന നിരോധന നിയമം ശക്തമാക്കണം. രാജ്യത്ത് ഒരു യൂണിഫോം മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാകുകയും വേണം. ഈ എക്കാലത്തും വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകളും കേരളത്തിലെ ക്രൈസ്തവ മത സംഘടനകളും തമ്മിലുള്ള ഒരു പ്രശ്നമാണിത്, മതപരിവർത്തനം സംബന്ധിച്ച്. ഏറെക്കാലം ഒരുപക്ഷെ ഈ ഇടക്കാലത്തായി അങ്ങനെ ഒരു വിഷയമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡ് വിഷയം വന്നതോടുകൂടി ക്രൈസ്തവ സഭകളിൽ നിന്നും വലിയ രൂക്ഷമായ വിമർശനമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നേരിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ, പ്രവർത്തന രീതിയിലോ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഒരു സ്വഭാവത്തിലോ ഒക്കെ മാറ്റം വരുത്താനുള്ള ആലോചനകളുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തില് വിശ്വ ഹിന്ദു പരിഷത്ത് കൂടുതൽ ഡിഫെൻസീവ് ആവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ഇത്തരത്തിലുള്ള അധാർമികമായ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യാനും പ്രതിരോധം സൃഷ്ടിക്കാനും വിശ്വ ഹിന്ദു പരിഷത്തും അതിന്റെ ആയാമങ്ങളായിട്ടുള്ള ദുർഗാവാഹിനിയും അതുപോലെ തന്നെ ബജറംഗ് ദളും തയ്യാറാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെ പറ്റിയുള്ള വ്യക്തമായ ധാരണ ഈ സമ്മേളനത്തിൽ രൂപം കൊടുക്കും. മറ്റു വിഷയങ്ങൾ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത് ധാരാളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. കേരള സാഹചര്യം അനുസരിച്ചുള്ള ക്ഷേത്രങ്ങളുടെ വിമോചനം, ക്ഷേത്രങ്ങളുടെ ഭരണം സാധാരണ ഹൈന്ദവ വിശ്വാസിക്ക് നൽകണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. സനാതന ധർമ്മ പ്രവർത്തനം ചെയ്യേണ്ട ബാധ്യത പൊതുസമൂഹത്തിനാണ്, പൊതു ഹൈന്ദവ സമൂഹത്തിനാണ്, അല്ലാതെ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അല്ല. ഈ ദേവസ്വം ബോർഡുകൾ ഈ ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതലയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഒരു സ്വാഭാവികമായും ബദൽ സംവിധാനം വരുമെന്ന വിശ്വാസമുണ്ട്. വരും. താങ്കൾ തിരുവനന്തപുരത്ത് വസിക്കുന്ന ആളാണല്ലോ. ഇവിടുത്തെ നമ്മളുടെ ആറ്റുകാൽ ക്ഷേത്രം സർക്കാരാണോ ഭരിക്കുന്നത്? എത്രയോ മനോഹരമായി ഭരിക്കുന്നു. ചക്കുളത്ത് ക്ഷേത്രം ആരാണ് ഭരിക്കുന്നത്?
അതുപോലെ മണ്ണാർശാല, ധാരാളം ക്ഷേത്രങ്ങളുണ്ട് ഈ കേരളത്തിലെമ്പാടും തന്നെ. വിശ്വ ഹിന്ദു പരിഷത്ത് ഭരിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. പാവക്കുളം മഹാദേവ ക്ഷേത്രം ഉൾപ്പെടെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നുണ്ട്. വ്യക്തമായിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹിന്ദു ഇടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ആ നയം സർക്കാരും ദേവസ്വം ബോർഡും ചെയ്യുന്നില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള നിയമനങ്ങളാണ് ബോർഡുകളിൽ നടക്കുന്നത്. അവരുടെ അനുകൂലികളായിട്ടുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാനും അവരുടെ ട്രേഡ് യൂണിയൻ പരിപാടികൾ നടപ്പാക്കാനുമുള്ള ഒരു വേദിക്ക് അപ്പുറം സനാതന ധർമ്മ പ്രചരണം ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല. ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിവാദങ്ങൾ അടുത്തടുത്തായി വരുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും. ഇപ്പോൾ ബി നിലവറ തുറന്ന് പരിശോധിക്കണം എന്നൊരു ആവശ്യം വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായി നടന്ന മോഷണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ ഒരു ആവശ്യം വരുന്നത്. അതിനെ സംഘടന എങ്ങനെയാണ് കാണുന്നത്? ഈ വിശ്വാസവും നിയമവും ഒക്കെ രണ്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മഹാഭൂരിപക്ഷം വിശ്വാസികളും ഈ ബി നിലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്നും അറിവ് കുറവുള്ളവരാണ്. കൺഫ്യൂഷനാണ് എന്താണ് എന്നുള്ളത്. കുറെ ആൾക്കാർക്ക് അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും. ചിലരെ സംബന്ധിച്ചിടത്തോളം ധർമ്മബോധത്തിന്റെയും മതത്തിനെയും സംബന്ധിച്ചിടത്തോളം അത് അതേപോലെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ഈ സർക്കാർ ഒരു പൊതുവായിട്ടുള്ള ഒരു റെഫറൻഡമോ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയനോ സ്വീകരിച്ചതിന് ശേഷം ഒരു പൊതു ഹൈന്ദവ സമൂഹത്തിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഒന്നോ രണ്ടോ വ്യക്തികൾ പറഞ്ഞു എന്നുള്ള കാരണത്താൽ ബി നിലവറ തുറക്കേണ്ട കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ പതിറ്റാണ്ടുകൾ സുപ്രീം കോടതി ഉൾപ്പെടെ കേസുകൾ നടന്നു. ആ കോടതികളുടെ വിധികൾക്കനുസരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ ഇക്കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ഹിന്ദു പരിഷത്ത് ആഗ്രഹിക്കുന്നത്. ഈ നിലവറ തുറക്കുകയോ വേണ്ടായോ എന്നുള്ള തീരുമാനം പൊതു ഹൈന്ദവ സമൂഹത്തിന്റെ താല്പര്യത്തിന് അനുസൃതമായിരിക്കണം. എന്തായാലും ഈ മുഴുവൻ ഹിന്ദു സമാജത്തിനും വേണ്ടി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനാണ് കേരള ഘടകത്തിന്റെ തീരുമാനം. തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ കുറവാണ്. കേരളത്തിലെ ഹൈന്ദവ ജാതീയമായിട്ടുള്ള സംവിധാനങ്ങളാണ് കൂടുതലുള്ളത്. നായർ വിഭാഗത്തിനും ഈഴവ വിഭാഗത്തിനും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള സംഘടനകൾ. ഈ പൊതു ഹിന്ദുവിന് സംഘടന ഇല്ല. ആ പൊതു ഹിന്ദുവിന്റെ ശബ്ദം ഉയരുക എന്നൊരു കാലഘട്ടം ഉണ്ടാകണം. അതിനുവേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം വിശ്വ ഹിന്ദു പരിഷത്ത് ചെയ്യും. എല്ലാ ഹിന്ദുക്കളും ഞങ്ങളുടെ ബന്ധുക്കളാണ്. അതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. ഞങ്ങളുടെ സമുദായമൊന്നുമില്ല. സമുദായത്തിൻ്റെതായ പോളിസികളല്ല ഞങ്ങൾക്കുള്ളത്. സനാതന ധർമ്മം എന്ന് പറയുന്ന ഹൈന്ദവ ബോധം പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് പൊതു ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുകയും ശക്തമായ ഭാഷയിൽ തിരിച്ചടിയും മറുപടിയും നൽകാൻ വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം തയ്യാറാണ്. അതിനുവേണ്ടിയുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ദേശീയ നേതൃത്വം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്തായാലും തിരക്കേറിയ ഈ സമ്മേളന സെഷനുകൾക്കിടയിൽ അല്പസമയം നമുക്ക് അനുവദിച്ചതിന് നന്ദി. സന്തോഷം. നമസ്കാരം.